ഇറ്റ്സ് മീ ഹൽദിത ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു Q&A ആണ്. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു Q&A പോസ്റ്റ് ഇട്ടിരുന്നു. അതിനകത്ത് വന്നിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ആൻസർ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുക്കാം. സോ ദാറ്റ് ഇൻ കേസ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണ്ട. സോ ഇനി നമ്മൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ Q&A ചെയ്യുന്നത്. ഒരു 5 ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഞാൻ പുറത്തിരുന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. ബിക്കോസ് ഇന്ന് അത്യാവശ്യം മോശമില്ലാത്തൊരു വെതർ ഉണ്ട്. ഈ വെച്ചൊന്ന് പുറത്തിറങ്ങി നോക്കാമെന്ന്. പക്ഷേ അങ്ങനെ പ്രോപ്പറായിട്ട് ഇരിക്കാനുള്ള സ്ഥലത്തൊക്കെ ഒക്കിപ്പോഴാണ് ആൾക്കാർ വന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കത്തി വെച്ച് നീട്ടാണ്ട് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ലാബ് എക്സാമിനെ പറ്റി പറയുമ്പോൾ ഞാൻ എടുത്തിട്ടുള്ള കോഴ്സ് സസ്റ്റൈനബിൾ എനർജി എഞ്ചിനീയറിംഗ് ആണ്. എൻ്റെ ലാബ് എക്സാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി കോഴ്സിന്റെ കൂടെ തന്നെ ലാബ് ചെയ്യാനുണ്ടാവും. എല്ലാ സബ്ജക്റ്റിനുള്ള ചില പെർട്ടിക്കുലർ സബ്ജക്റ്റിനൊക്കെ അതിന് നമുക്കൊരു ലാബ് ഗ്രൂപ്പ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. എന്നിട്ട് നമുക്കൊരു റിപ്പോർട്ട് തരും. റിപ്പോർട്ട് തരിക എന്നല്ല, നമുക്കൊരു പേപ്പർ തരും. അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ചില കോഴ്സിന് ഈ പറഞ്ഞ പോലെ ആ ഒരു ലാബ് റിപ്പോർട്ടിന് വലിയ വാല്യൂ ഒന്നും ഉണ്ടാവില്ല. ചിലതിന് അത് നമ്മളെ ഗ്രേഡിലേക്ക് ആഡ് ഓൺ ചെയ്യും. അപ്പോൾ അതല്ല, നിങ്ങളിപ്പോൾ ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി ഒക്കെ റിലേറ്റഡ് കോഴ്സൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ രീതിയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ഈ ബയോടെക്നോളജി പോലത്തെ കോഴ്സൊക്കെ ആകുമ്പോൾ ഒത്തിരി ലാബ്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ. പക്ഷേ എൻ്റെ കോഴ്സിനൊപ്പം ഒത്തിരി ലാബ്സ് അങ്ങനെ ഇല്ല. നമുക്ക് കൂടുതലായിട്ടും വരുന്നത് ന്യൂമറിക്കൽ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. സോ അങ്ങനെ എനിക്കിപ്പം എയറോഡൈനാമിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഈ സെമസ്റ്ററിൽ സ്റ്റാർട്ടിങ് എന്ന് വെച്ചാൽ 3rd പീരീഡിൽ. അതിനെങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ ഒരു ഗ്രൂപ്പിലായിരുന്നു. അപ്പം നമുക്ക് അതിനൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ കുറച്ച് എക്സ്പെരിമെന്റ്സ് ചെയ്യണം. ഒരു 5 എക്സ്പെരിമെന്റ്സ് ചെയ്യണം. എന്നിട്ട് നമുക്കൊരു പേപ്പർ തരും. ഒരു 3-4 ഷീറ്റുള്ള ഒരു പേപ്പർ തരും. അത് നമ്മൾ ഫിൽ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യും. അങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്. അതിന്റെ സ്ക്രീൻഷോട്ട് അല്ല, ആ ഒരു പേപ്പർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ വേണ്ടി സൈഡിൽ അറ്റാച്ച് ചെയ്യാം. എൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു അതിന്റെ PDF. യെസ്, അങ്ങനെയാണ് എൻ്റെ കേസിൽ കേട്ടോ. ആൻഡ് എക്സാംസ് ഈസി ആണോ എന്ന് ചോദിച്ചാൽ നാട്ടിലുള്ള മോഡലേ അല്ല എക്സാം. നാട്ടിൽ ഇപ്പോൾ നമ്മൾ ലാബിനാണെങ്കിൽ നമ്മൾ ആ ലാബ് റിലേറ്റഡ് കാര്യം പഠിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ നമ്മളൊരു ലാബ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ കോഴ്സിൽ ത്രൂ ഔട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. സോ നമ്മൾ പ്രോപ്പറായിട്ട് ഇവിടുത്തെ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വിവരം ആ ഒരു കോഴ്സിനെ പറ്റി എന്തായാലും ഉണ്ടാവും. എന്നാൽ മാത്രമേ നമുക്ക് ആ എക്സാം പാസ്സാവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷമുള്ള ഈ എക്സാംസ് അല്ലെങ്കിൽ ലാബൊക്കെ കുറച്ചും കൂടെ ഈസി ആണെന്ന് എനിക്ക് തോന്നുന്നു. എക്സാം ഞാൻ റിട്ടേൺ എക്സാമിന്റെ കാര്യമല്ല പറയുന്നത്. ലാബ് എക്സാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഈസിയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു തിയറി അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് അത്രയും ഇൻഡെപ്ത് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു പാർട്ട് ടൈമിന്റെ കാര്യം ഒത്തിരി ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്. ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് അഡ്രസ്സ് ചെയ്യാം. അപ്പോൾ പാർട്ട് ടൈം ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവർക്കും പാർട്ട് ടൈം കിട്ടിക്കൊള്ളണമെന്നില്ല. പാർട്ട് ടൈം കിട്ടിയാൽ തന്നെ നമുക്ക് ആ പാർട്ട് ടൈം ചെയ്യാനുള്ള സമയം എല്ലാ കോഴ്സിനും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈവൻ ദോ സ്വീഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ സ്റ്റഡി ഇൻ സ്വീഡൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നത് അൺലിമിറ്റഡ് പാർട്ട് ടൈം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അതിൽ നിങ്ങൾ വീഴാണ്ടിരിക്കുക. യെസ്, അൺലിമിറ്റഡ് പാർട്ട് ടൈം ഉണ്ട്. പക്ഷെ അൺലിമിറ്റഡ് സമയത്ത് നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അവൈലബിൾ ആയിരിക്കേണ്ടത്. ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന കോഴ്സ് അതിനുള്ള ഒരു സമയം നിങ്ങൾക്ക് തന്നുകൊള്ളുന്നില്ല. അതല്ല, ഇപ്പോൾ ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ ക്ലാസ്സുള്ള കോഴ്സസ് ആണ് നിങ്ങൾ എടുക്കണമെന്ന് വെച്ചാൽ മേ ബി ചാൻസ് ഉണ്ടാവും. മേ ബി നല്ല ചാൻസ് ഉണ്ടാവും. ബട്ട് അങ്ങനത്തെ കോഴ്സസ് വളരെ റെയർ ആണ്. സോ അതാണ്. പിന്നെ ഈ ലിവിങ് എക്സ്പെൻസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ലിവിങ് എക്സ്പെൻസ് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം ഒരാൾക്ക് ഒരു മാസം ഇവിടെ ജീവിക്കാൻ ഏതാണ്ട് റെന്റ് മാറ്റി നിർത്തിയിട്ട് തന്നെ ഒരു 3000 സെക്കൊക്കെ വേണ്ടി വരും. ഒരു ടോട്ടൽ എടുക്കുകയാണെങ്കിൽ ഒരു 7000 സെക്കൊക്കെ ഒരാൾക്ക് ഇവിടെ ഒരു മാസം ജീവിക്കാൻ വേണം. 7000 സെക്കൊന്നും ഒരു പാർട്ട് ടൈം പ്രോപ്പറായിട്ട് ഒരു പാർട്ട് ടൈം ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഒരു മാസം എന്നാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഓക്കെ, ലിവിങ് എക്സ്പെൻസ് തന്നെ നിങ്ങൾക്ക് എന്തൊരു പ്രാണി ലിവിങ് എക്സ്പെൻസ് തന്നെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്തായാലും ട്യൂഷൻ ഫീസിന്റെ കാര്യം നിങ്ങൾ ആലോചിക്കേ വേണ്ട. കാരണം ഒരു 6 to 7 lakhs ആണ് ഒരു സെമസ്റ്ററിന് ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത്. അത് പ്ലസ് ഒരു ലിവിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. സോ അതെന്തായാലും അങ്ങനെ ഒരു പ്ലാനിൽ നിങ്ങൾ ഇങ്ങോട്ട് വരാണ്ടിരിക്കുക. പ്രോപ്പറായിട്ട് പഠിക്കുക എന്നുള്ള പ്ലാനിൽ മാത്രം വരിക. പൈസയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാനുള്ള പൈസ പ്ലസ് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എക്സ്പെൻസ് വേണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ബാക്കപ്പ് ഓപ്ഷൻ നാട്ടിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് വരിക. ഇവിടെ ചുറ്റുള്ള ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നു. കുറച്ച് ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട്. സോ എത്ര രൂപയാണ് ഷോ മണി ആയിട്ട് കാണിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഈ ഷോ മണി എന്ന് പറയുന്നത് നമ്മളെ ലിവിങ് എക്സ്പെൻസ് ആണ്. ഇപ്പം നിങ്ങൾ ഒരു കൊല്ലത്തെ വിസയ്ക്കാണ് വെക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 13 മാസത്തേക്കുള്ള വിസയാണ് കിട്ടുക. നിങ്ങളിപ്പോൾ 1 year കോഴ്സ് എടുത്താലും 2 year കോഴ്സ് എടുത്താലും ഒരു കൊല്ലം എന്ന് പറയുമെങ്കിലും 13 മാസമായിട്ടാണ് കണക്കാക്കുക. ഈ വർഷം മുതൽ ഒരു കുട്ടിക്ക് ഒരു മാസം ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് 10,314 SEK ആണ് മൈഗ്രേഷൻ ഏജൻസി പറയുന്നത്. സോ 10,314 SEK into 13 months ആണ് നിങ്ങളുടെ ഒരു കൊല്ലത്തെ എക്സ്പെൻസിന് അല്ലെങ്കിൽ ഒരു കൊല്ലത്തെ വിസയ്ക്ക് വേണ്ടി നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു എമൗണ്ട്. നിങ്ങളുടെ നാട്ടിലുള്ള അക്കൗണ്ട് നിങ്ങൾ കാണിക്കേണ്ട ഒരു എമൗണ്ട്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾ 2 year കോഴ്സിന് 2 year വിസയാണ് എടുക്കുന്നത് വെച്ചോ. 2 year കോഴ്സ് ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി യൂണിവേഴ്സിറ്റീസും 2 year വിസ കൊടുക്കുന്നില്ല. 3 യൂണിവേഴ്സിറ്റി മാത്രമേ 2 year വിസ കൊടുക്കുന്നുള്ളൂ. ലുണ്ടും പിന്നെ ഉമിയയും പിന്നെ KTH. അതല്ലാത്ത ബാക്കി യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നിങ്ങൾ 13 monthsന്റെ വിസയ്ക്കാണ് വെക്കുക. അതല്ല, ഇപ്പം നിങ്ങൾ 2 year വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് വെച്ചാൽ ഈ 13 അല്ലല്ലോ, ഈ 10,314 എന്നുള്ളത് നിങ്ങൾ 2 കൊല്ലം ആ ഒരു എമൗണ്ട് കാണിക്കണം. അത് അറൗണ്ട് ഒരു 22 lakhs അടുത്ത് വരും. അങ്ങനെയാണ് വരിക. സോ അതാണ് ലിവിങ് എക്സ്പെൻസിന്റെ കാര്യം. ഇനിയിപ്പോൾ നിങ്ങളുടെ കൂടെ സ്പൗസ് ഉണ്ടെന്ന് വെച്ചാൽ സ്പൗസിന് ഒരു മാസത്തേക്ക് 4,000 something SEK ആണ് മൈഗ്രേഷൻ ഏജൻസി പറയുന്നത്. അതും നിങ്ങൾ ഈ 13 മാസത്തെ കണക്കിൽ കൂട്ടി കാണിക്കണം. കുട്ടി ഉണ്ടെങ്കിൽ 2,000 something SEK ആണ്. ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കാം.
അത്രയാണ്. നിങ്ങൾക്ക് ഒരു കുട്ടിയും കൂടെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ആഡ് ഓൺ ആയി പോകും. അങ്ങനെയാണ് ഈ ഒരു ലിവിങ് എക്സ്പെൻസിന്റെ കാര്യം വരുന്നത്. ആൻഡ് എത്ര കാലം നിങ്ങൾ കാണിക്കണം എന്നുള്ളതിനൊരു ക്ലാരിറ്റി എനിക്ക് തരാൻ പറ്റില്ല. കഴിയുന്നതും നേരത്തെ ഇപ്പോഴേ പൈസ ഇട്ട് വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വിസ ഗ്രാൻഡ് ആയതിനു ശേഷം നിങ്ങൾ അതിൽ നിന്ന് തന്നെ ഉപയോഗിക്കാം. പൈസ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ഉപയോഗിക്കാം. തേർഡ് പാർട്ടി ഫൈനാൻസസ് ഒന്നും ചെയ്യാണ്ടിരിക്കാം. അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ എന്ന് കരുതി ഒട്ടും അക്കോമഡേഷൻ കിട്ടാത്തൊരു അവസ്ഥ അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോൾ ലുണ്ട് യൂണിവേഴ്സിറ്റിയുടെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് അക്കോമഡേഷൻ ഉണ്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്. LU അക്കോമഡേഷൻ എന്ന് പറയും, എന്ന് വെച്ചാൽ ലുണ്ട് യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻ. അപ്പം അതിൻ്റെ ഒരു ലിങ്ക് ഇപ്പം ലുണ്ട് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടിയവർക്കൊക്കെ വന്ന് തുടങ്ങും, നെക്സ്റ്റ് വീക്കൊക്കെ ആയിട്ട് വന്ന് തുടങ്ങും. അതല്ലാതെ ഇപ്പോൾ ലുണ്ടിലേക്കാണ് നിങ്ങൾ വരുന്നത് വെച്ചാൽ ജൂലൈ 11th നോവിഷ് ലോട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ന്യൂ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ലോട്ടറിയാണ്. ഇപ്പം ഞാനൊക്കെ നിൽക്കുന്ന പോലെ AF ബോസ്റ്റാഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് ഹൗസിംഗ് പ്രൊവൈഡേഴ്സ് ഉണ്ട്. അവരുടെ ക്യൂവിൽ കയറാനുള്ള ഒരു ലോട്ടറിയാണ്. അപ്പോൾ നിങ്ങൾ അതിൽ എൻറോൾ ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കോറിഡോർ റൂമോ അല്ലെങ്കിൽ 1 bedroom അപ്പാർട്ട്മെന്റോ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യൂവിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും. അതല്ല നിങ്ങളിപ്പോൾ വേറെ സ്ഥലത്തൊക്കെ ആണെന്ന് വെച്ചോ, സ്റ്റോക്ക്ഹോമിലാണ് അല്ലെങ്കിൽ ഗോതൻബർഗ് ഒക്കെ ആണെങ്കിൽ അവിടെ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. അവരൊക്കെ ഏത് ത്രൂ ആണ് കയറിയിട്ടുള്ളത്. റാദർ ദാൻ ഈ ഏജൻസിനോട് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ കുട്ടികളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് എല്ലായിടത്തും ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ബൂപ്പോളൻ, പിന്നെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ്, അങ്ങനെയൊക്കെ ഉള്ള സൈറ്റുകൾ. അപ്പോൾ അതിലൊക്കെ കയറി നോക്കുക. പൈസ നിങ്ങൾ ഒത്തിരി വലിയ പൈസയൊന്നും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാണ്ടിരിക്കുക, റൂം കാണാണ്ടും അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക. സോ അതൊക്കെയാണ് അക്കോമഡേഷൻ്റെ കാര്യത്തിൽ. അക്കോമഡേഷൻ നമുക്ക് എന്തായാലും നാട്ടിൽ നിന്ന് സെറ്റ് ചെയ്തിട്ട് വരാൻ പറ്റും. ഞാനൊക്കെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. എനിക്കിപ്പോൾ ഞാൻ August 26 അവിടെ എത്തിയത്. പക്ഷേ ഓഗസ്റ്റ് ഒരു മാസത്തെ റെന്റ് എന്നാലും ഞാൻ കൊടുക്കേണ്ടി വന്നിരുന്നു. ആ ഒരു കാര്യം മാത്രമാണ് എൻ്റെ കേസിൽ വന്നിട്ടുള്ളത്. പക്ഷേ അത് എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. നിങ്ങളതല്ല, നിങ്ങളൊരു August 10 ഇവിടെ എത്തുന്നുണ്ട് വെച്ചാൽ പ്രശ്നമില്ല. സോ അങ്ങനെ അപ്പോൾ അക്കോമഡേഷൻ നാട്ടിൽ നിന്ന് സെറ്റ് ചെയ്ത് വരാൻ പറ്റുമെങ്കിൽ ശ്രമിക്കാം. സോ റേസിസം ഫീൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചാൽ, ടു ബി ഓണസ്റ്റ്, എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു റേസിസം അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ബിക്കോസ് എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇന്ത്യൻസിനേക്കാളും എനിക്ക് കണക്ഷൻ ഉള്ളത് യൂറോപ്യൻസ് ആയിട്ടാണ്. ഞാൻ കൂടുതലായിട്ടും എനിക്ക് അടുപ്പുള്ളതും എനിക്ക് എന്നെ കുറച്ചുകൂടെ പഠിക്കുന്ന കാര്യത്തിലേക്കാണെങ്കിലും എനിക്കൊരു പുഷ് തരാറുള്ളത് യൂറോപ്യൻസ് ആണ്. അത് പറയുന്നതിന് കുറവൊന്നുമില്ല കേട്ടോ. ഇപ്പം മാരിയോ ആണെങ്കിലും ഞാനൊക്കെ ആണെങ്കിലും ഒക്കെ ഭയങ്കര അടിപൊളിയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അവരെ രണ്ടുപേരും ഞാൻ എടുത്തു പറയാൻ, ബിക്കോസ് അധിക ഗ്രൂപ്പിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. സോ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ എനിക്ക് ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലുള്ള പോലത്തെ ഒരു കണക്ഷൻ അല്ല ഇവിടെ ആരുമായിട്ടുണ്ടാവുക. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നാട്ടിലിപ്പോൾ നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാവരോടും അങ്ങനെ ചോദിച്ച് അങ്ങനെയൊക്കെ നമ്മളൊന്ന് കോർഡിനേറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പോകാൻ നമ്മൾ വിചാരിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വളരെ പെട്ടെന്ന് അവരൊരു യെസ് ദെൻ ലെറ്റ്സ് ഗോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്ലാൻ ഇടാണ്. ആൻഡ് നമുക്ക് അവരുടെ കൂടെയുള്ള എല്ലാ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആവാൻ പറ്റില്ല ഡ്യൂ ടു മെനി റീസൺസ്. ഇപ്പോൾ അവരൊരു പാർട്ടിക്ക് പോകുകയാണെങ്കിൽ ഒരു പബ്ബിൽ പോകുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അതിൽ ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ ഞാൻ പോവില്ലല്ലോ. അപ്പോൾ അതല്ല വെച്ചാൽ അവരിപ്പോൾ ഒരു വലിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ്, കുറച്ചധികം അവർക്ക് അതെല്ലാം യൂറോസിലാണ് അവർ പറയുക. നമുക്കാണ് നമ്മൾ INR SEK കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റിൻ്റെ പ്രശ്നം. അങ്ങനെ കുറേ കാര്യം വരുമ്പോൾ അങ്ങനത്തെ കുറേ ക്രൈറ്റീരിയ ഉണ്ട്. പക്ഷേ അതല്ലല്ലോ നമ്മൾ ചോദിച്ചത്. എനിക്കിതുവരെ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഇതുവരെ ഇവിടെ വന്നതിന് ശേഷം നമ്മളെ അവോയ്ഡ് ചെയ്ത് നിർത്തുന്നു അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ തോന്നാണ്ടിരിക്കട്ടെ, ഒരു കൊല്ലം കൂടി ഇവിടെ നിൽക്കാനുള്ളതാണ്. സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഒക്കെ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഇതേപോലെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യാം. ഞാനിങ്ങനെ ഒരു 2 weeks കൂടുമ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇങ്ങനത്തെ Q&A ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. സോ ദാറ്റ് കുറേ പേർക്കൊക്കെ യൂസ്ഫുൾ ആവുമായിരിക്കും. ഞാൻ ആദ്യം തന്നെ ആ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയേണ്ടവർ മാത്രം കണ്ടാൽ മതിയല്ലോ. സോ അങ്ങനെയൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.